ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കോഴിക്കോട് ജില്ലയിലേക്ക് വൺ ഡേ ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ടോപ്പ് 5 പ്ലേസസ് ആണ് കേട്ടോ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ സ്പോട്ട് കരിയത്തുംപാറയാണ്. ഈ ഒരു സ്പോട്ടിന് കക്കയം വാലി എന്നും മലബാറിൻ്റെ ഊട്ടി എന്നും അറിയപ്പെടുന്നുണ്ട്. ഉരുളൻ കല്ലുകളും മലനിരകളും പുഴകളും പൈൻ മരങ്ങളും പച്ചപ്പും തന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ ഒരു സ്ഥലം. മഴക്കാലത്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടേക്ക് വരാൻ ഒരു എൻട്രി പാസും കൂടി എടുക്കേണ്ടതുണ്ട്. ആ ഒരു എൻട്രി പാസ് എടുത്താൽ തന്നെ തൊട്ടടുത്തുള്ള വ്യൂ പോയിന്റിലേക്കും ഫ്രീ ആയിട്ട് തന്നെ പോവാം. ആ ഒരു സ്ഥലമാണ് തോണിക്കടവ്. ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാക്വേയും വാച്ച് ടവറും ഇവിടെ കാണാൻ കഴിയും. അടുത്തിടെയായി വിപുലീകരണം നടത്തിയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് കിഡ്സിന് വേണ്ടി ചെറിയൊരു പ്ലേ ഏരിയയും അഡൽട്ട്സിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെസ്റ്റ് ഏരിയയും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടോപ്പ് വ്യൂവിൽ ഈ ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു തോണിക്കടവിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ വ്യൂ പോയിൻ്റ് വന്നിട്ടുള്ളത് കുറ്റ്യാടി റിവർ പോയിൻ്റ് ആണ് കേട്ടോ. ഏറ്റവും മനോഹരമായിട്ടുള്ള സ്പോട്ടും ഇത് തന്നെയാണ്. ഒരുപാട് പേർക്ക് കൂടുതലായിട്ടും ആളുകൾക്ക് ഇഷ്ടമായിട്ടുള്ള സ്ഥലവും ഇത് തന്നെയാണ് കേട്ടോ. കുട്ടികളും ഫാമിലിയായിട്ട് വരുന്നവർക്ക് ഒരുപാട് ടൈം എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. ഈ ഒരു വെള്ളത്തിന് തന്നെ നല്ല തണുപ്പായതുകൊണ്ട് ആ ഒരു വെള്ളത്തിൽ കളിക്കാൻ തന്നെ നല്ല രസമാണ്. ഇവിടെ വന്ന ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. ഇവിടുത്തെ പ്രത്യേകത ഈ ഉരുളൻ കല്ലുകളും ആ ഒരു വെള്ളത്തിൻ്റെ ഫ്ലോയും അവിടുത്തെ പച്ചപ്പും ഒക്കെ തന്നെയാണ് കേട്ടോ. അടുത്ത പ്ലേസ് നമ്മൾ വന്നിട്ടുള്ളത് ജാനകിക്കാട്ടിലേക്കാണ്. കോഴിക്കോട് ജില്ലയിൽ മനോഹരമായിട്ടുള്ള പ്ലേസസ് തപ്പുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ചോയ്സാണ് ഈ ഒരു സ്ഥലം. ഒരു സൈഡ് റിവറും ഒരു സൈഡ് ഫോറസ്റ്റുമാണ് ഈ ഒരു സ്ഥലം. കുറ്റ്യാടി പുഴയുടെ ഒരു ഭാഗമാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടോപ്പ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു കാടിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കാണാൻ കഴിയുന്നത് കേട്ടോ. ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 100-ൽ പരം ബട്ടർഫ്ലൈസും 60-ൽ പരം ഔഷധ ചെടികളും ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു സ്ഥലം 131 ഹെക്ടർ വ്യാപിച്ചെടുക്കുന്ന ഫോറസ്റ്റാണ് കേട്ടോ. 8 മണി മുതൽ 6 മണി വരെയാണ് ഇവിടെ വിസിറ്റിംഗ് ടൈം അലൗഡ് ആയിട്ടുള്ളത്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ഈ ഒരു സ്ഥലം. ഏറ്റവും മനോഹരമായിട്ട് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. 800 മീറ്റർ നീണ്ടു കിടക്കുന്ന നടപ്പാതയുള്ള ഈ ഒരു സ്ഥലത്ത് കാട്ടുപന്നിയും മാനും അതുപോലെ കാട്ടുപോത്തിനെയൊക്കെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. വൈൽഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടമായിട്ടുള്ളവർക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ഇത്. നേച്ചർ ലവേഴ്സിനും ഒക്കെ ഫോറസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ലാസ്റ്റ് വിസിറ്റ് ചെയ്തത് കോഴിക്കോട് ബീച്ച് തന്നെയായിരുന്നു കേട്ടോ. കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ബീച്ചിൽ കയറാതെ നമ്മൾ പോവില്ലല്ലോ. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ വന്നിട്ടുണ്ട്. ആ ഒരു ഈവനിങ്ങിലൊക്കെ വരികയാണെങ്കിൽ സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ച് പോവാം. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്ത സ്ഥലങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.